നാരായണ നാരായണ നാരായണ. ശ്രീമദ് ഭാഗവത മഹാപുരാണം അഷ്ടമസ്കന്ധം 5-ാമത്തെ അധ്യായം 5 to 12 പാലാഴി മഥനം കഥ 8 അധ്യായങ്ങളെ കൊണ്ട് പറയണം. അതിൽ 12-ാമത്തെ അധ്യായത്തിൽ ശിവമോഹനം. ഇവിടെ ഓരോ അധ്യായത്തിലും എന്തൊക്കെ പറയണമെന്നുള്ള പറയാണ്. ആദ്യത്തെ അധ്യായത്തിൽ ഈ ശാപാദി കാര്യങ്ങളെ പറയണു, ദുർവാസാവിൻ്റെ ശാപാദി കാര്യങ്ങൾ. അപ്പോൾ ആ സമയത്ത് ദേവന്മാർ ദുഃഖം വല്ലാതെ കണ്ട് അനുഭവിച്ചപ്പോൾ ജരാനരയൊക്കെ വന്നപ്പോൾ ഭഗവാനെ സ്തുതിച്ചത്. 2-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഈ സ്തുതിയെല്ലാം കേട്ടുകൊണ്ട് പ്രത്യക്ഷനായിട്ട് ആ ഭഗവാനെ വീണ്ടും സ്തുതിക്കുന്നത്. പിന്നെ ഭഗവാൻ പരിഹാരമായിട്ട് ജരാനര പോകാൻ വേണ്ടിയിട്ട് ഈ സന്ധി ഉൾപ്പെടെയുള്ള ദേവാസുര സന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്നതായിട്ടുള്ള രംഗം. 7-ാമത്തെ അധ്യായത്തിൽ അത് കടയാൻ വേണ്ടിയിട്ട് തുടങ്ങി പാലാഴി. പക്ഷേ അപ്പോൾ മന്ദരപർവ്വം താണപ്പോൾ കൂർമാവതാരം സ്വീകരിക്കുന്നതായിട്ടുള്ള രംഗം. അതേപോലെ അതിഗംഭീരമായിട്ടുള്ള ശിവനെ സ്തുതിക്കുന്നതായിട്ടുള്ള രംഗം. വിഷപാനം. പിന്നീട് അന്ന് മഹാദേവൻ ഉറങ്ങാൻ പോയി എന്നും ശിവരാത്രി ഈ ദിവസമാണ് ആഘോഷിക്കുന്നത് എന്നല്ല. പിന്നെ 8-ാമത്തെ അധ്യായത്തിൽ കടയുമ്പോണ്ടാവുന്ന ഓരോരോ കാമധേനു തൊട്ടുള്ള ഓരോന്നും പാലാഴിൽ നിന്നും പൊന്തി വരുന്നത്. പിന്നെ ലക്ഷ്മി ഭഗവാനെ വിവാഹം കഴിക്കുന്നത്, ധന്വന്തരിയായിട്ട് ഭഗവാൻ അമൃത് കൊണ്ടുവരുന്നത്, അമൃത് കട്ടെടുത്ത അസുരന്മാരെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് മോഹിനി രൂപം സ്വീകരിക്കുന്നത്. അതിനുശേഷം 9-ഉം 10-ഉം അധ്യായങ്ങളിൽ ദേവാസുര യുദ്ധം. 11-ാമത്തെ അധ്യായത്തിൽ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ യാഗ പൂർത്തീകരണത്തോടു കൂടിയിട്ട് കഥ അവസാനിക്കുന്നതായിട്ടുള്ള രംഗം. 12-ാമത്തെ അധ്യായത്തിൽ ശിവമോഹനം എന്ന ശങ്കരനാരായണ സ്വരൂപത്തെ പറയണം. ഇങ്ങനെ 8 അധ്യായങ്ങൾ. ഇപ്പോൾ ഇവിടെ മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കിൽ ജനാർദ്ദന. ഭഗവാൻ വിഹർത്തു കാമ സ ആഹ എന്നതാണ് ഈ പാലാഴി മഥനത്തിൻ്റെ പ്രത്യേകത. ഭഗവാൻ എല്ലാം ലീലയായിട്ടാണ് ചെയ്യണത്, പാലാഴി മഥനം മാത്രമൊന്നുമല്ല. ഇതിൽ കുറച്ച് അധികം അവതാരാദി കാര്യങ്ങൾ എൻ്റെ ലീലകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഭഗവാൻ കൂർമ്മമായിട്ട് അവതരിച്ചു, അജിതനായിട്ട് അവതരിച്ചു. മഹാദേവൻ ആണ് ഈ വിഷപാനം ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ നിശ്ചയിച്ചു, അതുകൊണ്ട് അത് ചെയ്തു. ലക്ഷ്മിയെ സ്വീകരിക്കേണ്ടത് താൻ തന്നെയാണ് എന്ന് പാലകൻ അത് ചെയ്ത് കാണിച്ചു. പിന്നെ ധന്വന്തരി താൻ തന്നെയാണ്. അതേപോലെ എല്ലാവരെയും മോഹിപ്പിക്കുന്ന മോഹിനിയും മായ, അതും ഞാൻ തന്നെയാണ്. ശിവനെ കൂടി മോഹിപ്പിക്കാൻ സാധിക്കും വിഷ്ണു മായയ്ക്ക്, അത്രയ്ക്ക് കഴിവുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വതവേ ഭഗവാന്റേതായിട്ടുള്ള ഭഗവത്വം ആണ്, ഭഗവത് തത്വമാണ്. അപ്പം അതിവിടെ ഒരു കഥാരൂപത്തിൽ വിസ്തരിച്ച് പറയണു എന്ന് മാത്രം. ശ്രീശുക ബ്രഹ്മർഷി മന്വന്തരം നമ്മൾ 3 അധ്യായങ്ങളെ കൊണ്ടാണ് മന്വന്തരം പറയണത്. 1-ാമത്തെ അധ്യായത്തിലും അതേപോലെ ഈ 5-ാമത്തെ അധ്യായത്തിലും പിന്നെ 13-ാമത്തെ അധ്യായത്തിലും കൂടിയിട്ടാണ് 14 മന്വന്തരത്തെ വിസ്തരിച്ച് പറയണത്. നമ്മൾ മന്വന്തരത്തിൻ്റെ കഥ വിസ്തരിച്ച് അവിടെ ആദ്യത്തെ അഷ്ടമസ്കന്ധം തുടങ്ങുന്ന സമയത്ത് അത് പറഞ്ഞു. ഇത് ഈ 6-ാമത്തെ മന്വന്തരത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കഥയാണ്. ദേവാസുര യുദ്ധ രംഗത്തിൽ ദേവന്മാർ പരാജയപ്പെട്ടു. അതേപോലെ അമരന്മാരും മരിച്ചു. മരണമില്ലാത്തവരെങ്ങനെയാണ് മരിക്കുക? മരണമില്ലാത്തവർക്ക് ജരാനര ഒരിക്കലും പാടില്ലാത്തതാണ് ജരാനര. അത് സംഭവിച്ചു. അപ്പോൾ ഇതിന് കാരണം ദുർവാസാവ് മഹർഷിയുടെ ശാപമാണ് എന്ന് പറയുകയാണ്. ദേവസ്ത്രീകൾ കൊടുത്തതായിട്ടുള്ള ഒരു
പാരിജാത പുഷ്പം ചേർത്തതായിട്ടൊരു പുഷ്പങ്ങളെ കൊണ്ട് കോർത്തതായിട്ടുള്ളൊരു മാല ദുർവാസാവിന് കിട്ടിയത് തനിക്ക് അത്ര യോജിപ്പില്ല. തൻ്റെ വേഷവും ഈ ദേഹബോധം ഇല്ലാത്തതുകൊണ്ട് ഈ ആഭരണം അത്ര ശരിയല്ല. പുഷ്പമാല ആയാലും ആഭരണം തന്നെയാണ്. അപ്പം അതുകൊണ്ട് അത് വേണ്ട. ആർക്കാ കൊടുക്കേണ്ടതെന്ന് വിചാരിക്കുമ്പോഴാണ് ഇന്ദ്രൻ വരണത് കണ്ട്. ദേവലോകത്ത് വെച്ചിട്ടാണ് സംഭവം. അപ്പോൾ ഇന്ദ്രന് കൊടുത്തു. ഇന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്താണ്. അത് നന്നായിട്ട് സ്വീകരിച്ചു. ലേശം സൗമ്യം കഴിച്ച് വരണ വഴിയായതുകൊണ്ട് ഇന്ദ്രൻ മത്തനാണ് ആ സമയത്ത്. അപ്പം അതുകൊണ്ട് ഈ മാല സ്വീകരിച്ചു. പിന്നെ അത് തലക്കൊന്ന് കോതിയിട്ട് വേണമെന്ന് നിശ്ചയിച്ചു. മാല ഐരാവതത്തിൻ്റെ പുറത്ത് വെച്ചു. അപ്പോൾ ആനയുടെ ചുവട്ടിൽ ഈ പ്രാണികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആനയ്ക്കത് ശല്യമായി. ആന മാല എടുത്തിട്ട് താഴത്തേക്ക് ഇട്ടു, ചവിട്ടി. അപ്പോൾ ദുർവാസാവ് ശപിച്ചു. ഇത് ഈ അഹങ്കാരം കൊണ്ട് സംഭവിച്ചൊരു വിനയമില്ലായ്മയാണ്. അതുകൊണ്ട് അഹങ്കാരത്തിന് കാരണമായിട്ടുള്ള ശ്രീ സമ്പത്ത് അത് നശിക്കട്ടെ, ജരാനര വരട്ടെ എന്നീ പ്രകാരം ശപിച്ചു. അത് ഇന്ദ്രന് മാത്രമല്ല കിട്ടിയത്, ദേവകൾക്കൊക്കെ കിട്ടി. അതുകൊണ്ട് വല്ലാത്തൊരു വിഷമായി. അപ്പോൾ ആ സമയത്ത് ജരാനര വന്ന സമയത്താണ് ഈ അസുരന്മാർ യുദ്ധത്തിന് വന്നത്. അപ്പോൾ ദേവന്മാർക്ക് ആയുധത്തെ ഉയർത്താനുള്ള കഴിവും കൂടിയില്ല. അങ്ങനെ ശ്രീ നശിച്ചു, സ്വർഗം വിടേണ്ടി വന്നു. പിന്നെ യാഗഫലാദി കാര്യങ്ങളോ ഒന്നും കിട്ടാണ്ടേ. അതുകൊണ്ട് ബ്രാഹ്മണർക്ക് യാഗം ചെയ്യുക എന്നുള്ള ഏർപ്പാടൊന്നും ഇല്ലാണ്ടേ. അപ്പോൾ ആർക്കും ആഹാരമില്ല, ക്ഷീണം തന്നെ, ജരാനര കാരണം കൊണ്ടോ ഒന്നും ഇല്ലാണ്ടേ. എല്ലാവരും സങ്കടം പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി. കാര്യങ്ങളൊക്കെ ബ്രഹ്മാവിനെ അറിയാനിട്ടല്ല, എന്നാലും കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞ് ഇന്ദ്രനെ ശാസിച്ച് ഏതായാലും നമുക്ക് മഹാദേവനെ ഒന്ന് കാണാം. ഇത് അത്ര എളുപ്പത്തിൽ പരിഹരിക്കാവുന്നൊരു വിഷയമല്ല. കാരണം ശങ്കരാംശമാണ് ശപിച്ചിറക്കണത്. അത് മഹാദേവൻ്റെയും വിഷ്ണുവിൻ്റെയും ഒക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ, ലക്ഷ്മിയുടെ അനുഗ്രഹം വേണം. ശൈവം വൈഷ്ണവം ശാക്തയം മൂന്നും കൂടി ഒരുമിച്ചാലേ ഇത് നേരെയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ശിവനെ കാണാൻ പോവാ എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് എത്താം. ഇപ്പോൾ ഭഗവാൻ ആരെയും ഉപേക്ഷിക്കില്ല. ത്രിഗുണ സ്വീകാരം ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് ഭഗവാൻ ചെയ്യുന്നത്. നമ്മുടെ തെറ്റ് അപരാധം പറഞ്ഞുകൊടുത്ത് അപരാധ ക്ഷമാസ്തോത്രം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യസാധ്യത്തിന് ഉത്തമമാണ്. ഇപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഈ ശ്രീ നഷ്ടമായത്, ആരോഗ്യം നഷ്ടമായത്, ജരാനര ബാധിച്ചത് ഒക്കെ പരിഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ മഹാദേവനെയും കൂട്ടിയിട്ടാണ് ഈ പാലാഴി തീരത്ത് എത്തിയത്. അജിതനായിട്ടുള്ള ഭഗവാനെ എല്ലാവരും നന്നായിട്ട് തന്നെ സ്തുതിച്ചു. വികാരമില്ലാത്ത സത്യസ്വരൂപനായിട്ടുള്ള, ആദ്യന്തമില്ലാത്ത, ഹൃദയസ്ഥനായിട്ടുള്ള, അപ്രമേയനായിട്ടുള്ള ഭഗവാനെ ശരണം പ്രാപിക്കുന്ന, 3 യുഗങ്ങളിൽ അവതരിക്കുന്ന, പ്രാണബുദ്ധി ശരീരങ്ങൾക്ക് ഓജസ് തേജസ് നൽകുന്നതായിട്ടുള്ള, ജാഗ്രതാദി അവസ്ഥാത്രയം ഇല്ലാതെയാക്കുന്നതായിട്ടുള്ള, ജ്ഞാനസ്വരൂപനായിട്ടുള്ള, സംസാരചക്രം തിരിക്കുന്ന, 16 കലകൾക്കും 24 തത്വങ്ങൾക്കും 10 പ്രാണങ്ങൾക്കും നിയന്ത്രണം ചെയ്യുന്നതായിട്ടുള്ള ഭഗവാനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. സംസാരചക്രം അത് മനോമയം, മനസ്സാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ഈ മനസ്സ് കൊണ്ടുവരിക കാമബാക്കി കർമ്മബാക്കി. അപ്പോൾ അതിനനുസരിച്ചുള്ള ശരീരമാണ് കിട്ടുക. അതുകൊണ്ട് ഈ മനുഷ്യ ശരീരമായാലും ശരി, 10 ഇന്ദ്രിയവും 5 പ്രാണങ്ങളും 16 ആരങ്ങളായിക്കൊണ്ട് മിന്നലിൻ്റെ പ്രകാശത്തിൽ ഈ സുദർശന ചക്രം പോലെ നമ്മെ സംസരിപ്പിക്കുകയാണ്. ത്രിഗുണം അത് 3 ദ്വാരമുണ്ട് ഈ സംസാര ചക്രത്തിന്. അതിവേഗം സഞ്ചരിക്കുന്നു. പഞ്ചഭൂതങ്ങൾ ബുദ്ധി, അഹം, ചിത്തം 8 ആവരണം പുറംചട്ടയായിട്ട് നിൽക്കുന്നു. മായ എന്നുള്ളത് മനോബുദ്ധി അഹങ്കാരം എന്നാണ് പറയുക. എങ്കിലും അതിന് മനസ്സിനെ ഒഴിവാക്കിക്കൊണ്ട് ബുദ്ധി, അഹം, ചിത്തം, പഞ്ചഭൂതം ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വതേ അവിടെ ചിത്തം എന്നുള്ളതല്ല, മനസ്സ് തന്നെയാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു വെച്ചാൽ അത് ആ വാക്ക് യോജിക്കുക, അങ്ങനെയാണ്. ഊന്നൽ കൊടുക്കുക, ഭംഗി ഉണ്ടാവുക, അങ്ങനെയൊക്കെ അവിടെ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ മനോബുദ്ധിരാഹം കൊണ്ടാണ് ഈ 8 ആവരണം മായ നമ്മളെ ബാധിക്കുന്നത്. അപ്പം ഈ ചക്രം തിരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. അവ്യക്തം, ഏകവർണ്ണൻ, പരമാത്മാവ്, ഭഗവാൻ, ബ്രഹ്മം,
ഇങ്ങനെ യോഗമാകുന്ന അഷ്ടാംഗയോഗാദികളെ കൊണ്ട് അതിൽ കയറിയിട്ട് ഋഷികൾ ഈ ഭഗവാങ്കലെത്തുന്നു. ആ മായാനാഥനെ മായ കടക്കുവാനായിട്ട് ഞങ്ങളും പ്രാപിക്കുന്നു, അല്ലെങ്കിൽ ആശ്രയിക്കുന്നു. ദേവകൾ പറയുകയാണ്, സാത്വികർക്ക് പോലും ഭഗവാനെ അറിയാൻ സാധിക്കുന്നില്ല. വെച്ചാൽ നല്ല ജ്ഞാനികൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങളെ പോലെയുള്ള ഭക്തിയില്ലാത്ത ദേവന്മാർക്ക് എങ്ങനെ അറിയാൻ സാധിക്കുക? ദേവന്മാർക്ക് സ്വതേ ഭക്തിയില്ല എന്നാണ് പറയുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഈ മായാനാഥനെ ആശ്രയിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ചതുർവിധ ശരീരങ്ങൾ 84 ലക്ഷം തരം അതിങ്ങനെ വിരാട്ടിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ ജീവജാലങ്ങൾ മുക്തിക്ക് വേണ്ടിയിട്ട് പലതരം കർമ്മങ്ങൾ ചെയ്യണു. മനുഷ്യവർഗത്തിൽപ്പെട്ടവർ പുരുഷാർത്ഥം നേടാൻ വേണ്ടിയിട്ട് തന്നെ അവതരിക്കുന്നു, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു. പിന്നെ 3 ലോകങ്ങളും ലോകപാലന്മാരും എല്ലാം ഭഗവാന്റെ അംഗങ്ങൾ തന്നെയാണ്. ഉണ്ടായി നിലനിന്ന് വർദ്ധിക്കുന്നത്. അതേപോലെ ജലം കൊണ്ടാണ് ഈ ജീവൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത്. ഈ ജലം ഭഗവാന്റെ രേതസ്സാണ്, അത് കാരണജലം. ആ ഭഗവാൻ ഞങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ടതായിട്ടുള്ള ഐശ്വര്യത്തെ തിരിച്ചു തരണേ. കാരണം ജീവജാലങ്ങൾ ഇങ്ങനെ വിട്ടാൽ പോരല്ലോ, അതിന് ജീവിക്കാനും പ്രാരബ്ധം തീർക്കാനുള്ള അവസരങ്ങളെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അതിനുള്ള സന്ദർഭങ്ങൾ എന്ന് വെച്ചാൽ കഴിവോ എന്തൊക്കെയാണ് വേണ്ട വെച്ചാൽ വസ്തുക്കളെ കഴിവ് കാര്യങ്ങളൊക്കെ അതാത് കാലത്ത് വേണ്ടതൊക്കെ കിട്ടണ്ടേ. അതില്ല ഞാൻ എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക? അപ്പം അതുകൊണ്ട് അങ്ങക്കത് തരേണ്ട ഒരു ബാധ്യത ഉണ്ടെന്നുള്ള നിലയ്ക്കാണ് അവിടുത്തെ സ്തുതി. ദേവകളുടെ ഈ അന്നം, ബലം, ആയുസ്, അതേപോലെ വൃക്ഷങ്ങളുടെ രാജാവ് എന്ന നിലയ്ക്ക് പ്രജകളുടെ അഭിവൃദ്ധിക്ക് ആഗ്രഹിക്കുന്നതായിട്ട് ചന്ദ്രൻ, ഭഗവാന്റെ മനസ്സാകുന്ന ഈ ചന്ദ്രൻ. അതേപോലെ ധനത്തിൻ്റെ ഉൽപ്പത്തി, വേദ അധിപതി, സമുദ്രത്തിലുള്ള ഒരു ബഡവാഗ്നി ഉണ്ട്, ജഠരാഗ്നി, വൈശ്വാനരൻ, 49 തരത്തിൽപ്പെട്ടതായിട്ടുള്ള അഗ്നി. അവിടെ മറ്റുള്ള അഗ്നികളും, അതായത് ആഹവനീയാഗ്നി, ഗാർഹവത്യഗ്നി, പിന്നെ ദക്ഷിണാഗ്നി എന്നൊക്കെ പറഞ്ഞിട്ട് അഗ്നികൾ, പാവകൻ, പവമാനൻ, ശുചി, ഇങ്ങനെയൊക്കെ അഗ്നികൾ കുറേ ഉണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള ആ അഗ്നികളൊക്കെ ഭഗവാന്റെ മുഖം ആണ്. അപ്പം അത് മുഖത്തു നിന്നാണ് അഗ്നി എന്നാണ്. ബ്രാഹ്മണരും ഭഗവാന്റെ മുഖത്തു നിന്നാണെന്നാണ് പറയാം. ഇങ്ങനെ യാഗത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ, വേദം, മോക്ഷസ്വരൂപം കിട്ടാൻ, പിന്നെ ബ്രഹ്മത്തെ അറിയാൻ, സൂര്യനെ കണ്ണാക്കിയ ഭാവത്തിൽ ഇന്ദ്രിയ മനോ പ്രാണ ശരീര ശക്തി കൊടുക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ ഞങ്ങളെ സന്തോഷിക്കണേ. ഇതൊന്നും ഇല്ലപ്പോഴേ, ഇപ്പം ഇന്ദ്രിയബലമില്ല, ദേഹബലമില്ല, പ്രാണബലമില്ല, മനോബലമില്ല, ജലാന്തരം വന്നപ്പോൾ ഒക്കെ നഷ്ടപ്പെട്ടിരിക്കണം. അപ്പം അതുകൊണ്ട് ആ ഭഗവാൻ ഞങ്ങളിൽ സന്തോഷിച്ചിട്ട് ഈ ചക്രവർത്തിയെ സാമന്ത രാജാക്കന്മാർ എങ്ങനെയാണോ സമീപിച്ച് ആഗ്രഹത്തെ സാധിക്കുന്നത്, ആവശ്യത്തെ വസ്തുക്കളെ സ്വീകരിച്ചുകൊണ്ട്, ധനത്തെ സ്വീകരിച്ചുകൊണ്ട്, സൈന്യത്തെ സ്വീകരിച്ചുകൊണ്ട്, അങ്ങനെ പലതും അവർ സ്വീകരിക്കും. എന്നിട്ട് അവരുടെ കാര്യസാധ്യം നടത്തും. എന്ന കൂട്ടത്തിൽ ഞങ്ങളും ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഇന്ദ്രിയ മനോ പ്രാണ ശരീര ബലാദികളെ തരണേ, ഭഗവാൻ തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാഭിയിൽ ബ്രഹ്മാവ്, അനന്തപത്മനാഭൻ്റെ നാഭിയിലാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവ് ഈ ബലം ഇന്ദ്രൻ, അതേപോലെ പ്രസാദമായിട്ട് ദേവകൾ, അതേപോലെ കോപം എന്നുള്ള നിലയ്ക്ക് ശിവൻ, പിന്നെ ബുദ്ധിയായിട്ട് ബ്രഹ്മാവ്, ഛന്ദസ്സായിട്ട് ഋഷികൾ, ശിഷ്ണമായിട്ട് പ്രജാപതി ആയ ആ ഭഗവാൻ സന്തോഷിക്കണേ. അപ്പോൾ നാഭിദ്വാരത്തിലാണ് ബ്രഹ്മാവുള്ളത്. ഈ നമ്മുടെയൊക്കെ ബലം സ്വതവേ ദേവകളാണ്, ഇന്ദ്രനാണ്. നമുക്ക് വസ്തുക്കൾ തന്നാൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് അതിനെ അഷ്ടദിക്പാലകന്മാരുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുക. അതേപോലെ നമ്മിലുള്ള ഈ ക്രോധാദി ഭാവങ്ങൾക്ക് കാരണം നാശഹേതുവാണത്, അത് ശിവനാണ്. അതേപോലെ നമുക്ക് ബുദ്ധി വിശകലനം ചെയ്യാനുള്ളത് തരുന്നത് ബ്രഹ്മാവാണ്. ഈ ഉപാസനാ മന്ത്രങ്ങൾക്കുള്ള ഛന്ദസ്സാദികൾ തരുന്നത് ഋഷികളാണ്. അതേപോലെ പരമ്പര നിലനിൽക്കണമെങ്കിൽ അത് പ്രജാപതിയാണ്, ശിഷ്ണം. അപ്പം അങ്ങനെയുള്ള ഭഗവാൻ സന്തോഷിക്കണേ. പിന്നെയോ ഭഗവാന്റെ വക്ഷസ്സിലാണ് ലക്ഷ്മി ഇരിക്കുന്നത്, നിഴലിലാണ് പിതൃക്കൾ ഇരിക്കുന്നത്, പിന്നിൽ അധർമ്മം ഇരിക്കണം,
സ്തനം ധർമ്മങ്ങളായിട്ടിരിക്കുന്നു. ധർമ്മദേവത ഈ ഭഗവാന്റെ സ്ഥാനങ്ങളിലാണ്. അതേപോലെ ശിരസ് സ്വർഗമാണ്, ക്രീഡ അപ്സര സ്ത്രീകളാണ്. ഇങ്ങനെയൊക്കെ വിഭാവനം ചെയ്തതായിട്ടുള്ള ആ ഭഗവാൻ ഞങ്ങളെ സന്തോഷിക്കണേ. ഭഗവാന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണരുണ്ടായി, കയ്യിൽ നിന്ന് ക്ഷത്രിയരുണ്ടായി, തുടയിൽ നിന്ന് വൈശ്യരുണ്ടായി, പാദത്തിൽ നിന്ന് ശൂദ്രരുണ്ടായി. ബ്രഹ്മചര്യമാണ് ഭഗവാന്റെ ഹൃദയം, ഗാർഹസ്ഥ്യമാണ് ഭഗവാന്റെ അരക്കെട്ട്, വാനപ്രസ്ഥമാണ് ഭഗവാന്റെ മാറിടം, സന്യാസമാണ് ഭഗവാന്റെ ശിരസ്, അല്ലെങ്കിൽ ശരീരം മൊത്തമായിട്ടും പറയാറുണ്ട്. എന്തെങ്കിലും ആവട്ടെ. മുകളിലത്തെ ചുണ്ട് ലജ്ജയായിട്ടും താഴത്തെ ചുണ്ട് ലോഭമായിട്ടും എല്ലാ വേദവും പറയണം. അപ്പോൾ മൂക്കിൽ നിന്ന് കാന്തി, ത്വക്കിൽ നിന്ന് കാമം, പുരികത്തിൽ നിന്ന് യമൻ, കൺപോളകളിൽ നിന്ന് കാലം. ഭഗവാന്റെ ഓരോ കാൽവെപ്പുകളും നടത്തം കാലമാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ ഞങ്ങളെ പ്രസാദിക്കണേ. കാലം, കർമ്മം, സ്വഭാവം, ദ്രവ്യം, ജീവൻ, ഇത് ത്രിഗുണവും ചേർന്ന് പ്രപഞ്ച വസ്തുക്കൾ അതാത് ഭാവത്തിൽ ഇരുന്നു കൊണ്ട് അത് വിരാട്ടായിട്ട് ഇങ്ങനെ വർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ ജ്ഞാനത്തെ യഥാർത്ഥത്തിൽ കിട്ടിയാൽ മാത്രമേ പ്രപഞ്ചബന്ധം നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. സാഖ്യയോഗം എന്നാണ് അതിന് പറയുക. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പ്രപഞ്ചവുമായിട്ട് പ്രപഞ്ചത്തിൻ്റെ അംശമായിട്ട് ദേഹവുമായിട്ട് ജീവൻ്റെ ബന്ധം ഉപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. അതിന് ഭഗവാനിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ആത്മാനുഭൂതിയിലാണ് ഭഗവാൻ എപ്പോഴും ഉള്ളത്. ആത്മാരാമനാണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്. ആ ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ മനസ്സ് നിറയുന്നതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടാവും. വായുവെ പോലെ നിസ്സംഗനായിക്കൊണ്ട് ഗുണാതീതനായിട്ട് നോട്ടം കൊണ്ട് ഈ പുരുകൊന്നിങ്ങനെ ചലിപ്പിച്ചു കഴിഞ്ഞാൽ അത് സൃഷ്ടിയാദികളൊക്കെ ചെയ്യും. അപ്പോൾ ഭഗവാനെ അങ്ങനെയുള്ള ഭഗവാനെ ഒരു തവണ കണ്ടാൽ മതി, മോക്ഷം കിട്ടും. ഇങ്ങനെ സകല ആഗ്രഹവും സാധിപ്പിക്കുന്നതായിട്ടുള്ള ഭഗവാൻ ഞങ്ങളിൽ സന്തോഷിക്കണേ. ആസക്തിയുള്ളവർക്ക് കർമ്മം വളരെ ക്ലേശകരമാണ്. നേരെ മറിച്ച് ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവർക്കോ ഈ കർമ്മം അത് നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു വിഷമം ഉണ്ടാവാറില്ല. ശ്വാസം മുട്ടെന്നുള്ള രോഗമില്ലെങ്കിൽ, അതേപോലെ ശുദ്ധവായു കിട്ടുന്നതായിട്ടുള്ളൊരു സ്ഥലത്താണെങ്കിൽ അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതേപോലെ ക്ലേശമില്ലാത്ത രീതിയിൽ ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കണം. ഭഗവാന് വേണ്ടി ചെയ്യുന്നതായിട്ടുള്ള കർമ്മം ഭക്തന് വളരെ എളുപ്പമാണ് എന്ന് സാരം. സമർപ്പിത കർമ്മം അതൊരിക്കലും വിഫലമാവുകയില്ല. പിന്നെയോ വൃക്ഷത്തിൻ്റെ കടയ്ക്കൽ നനച്ചാൽ മതി, മരം വളരും. അതേപോലെ ഭഗവാനെയാണ് ആശ്രയിക്കേണ്ടത്, മറ്റു ദേവന്മാരെയല്ല. ഞങ്ങളെയല്ല, ദേവന്മാരെ ആസ്വദിക്കണതേ. വിഷ്ണുവിനെ നേരിച്ചാൽ ദേവന്മാർക്ക് കിട്ടും. അങ്ങനെയുള്ള ആ ഭഗവാന് നമസ്കാരം. ഇങ്ങനെ അതിഗംഭീരമായിട്ടുള്ള സ്തുതിയാണ്. ആ സ്തുതി കേട്ടപ്പോൾ ഭഗവാൻ ഈ ബ്രഹ്മാദി ദേവകളുടെ മുമ്പിൽ 1000 സൂര്യ തേജസ്സോടെ ആണ് പ്രത്യക്ഷമായത്. അപ്പോൾ ഇവർക്ക് കാണാൻ സാധിച്ചില്ല, കണ്ണ് മങ്ങിപ്പോയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കണ്ണടച്ചുകൊണ്ട് വീണ്ടും ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ തൻ്റെ തേജസ് കുറച്ചു, എന്നിട്ട് ഇവർക്ക് കാണാറാക്കി. ഈ വിരാട് രൂപമൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ദിവ്യമായിട്ടുള്ള ചക്ഷുസ് കൊടുത്താലേ കാണാൻ പറ്റൂ എന്ന രീതിയിൽ ഇവിടെ ഭഗവാൻ എന്താ ചെയ്തത്? തേജസ് കുറയ്ക്കാനുണ്ടായത്. ബാക്കിയുള്ള എല്ലാം അതിലുണ്ട്, തേജസ്സിനും മറ്റു കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ തീവ്രത കുറച്ചു. എന്നിട്ട് അതിലുള്ള മുഴുവൻ കാണിക്കാൻ ഭഗവാൻ സ്വയമേവ നിശ്ചയിച്ചു. അതുകൊണ്ട് ഇവർക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ അവരെല്ലാവരും ഭഗവാനെ കണ്ടു. മേഘനിറത്തിലുള്ള ചുവന്ന കണ്ണുള്ള ഭഗവാന്റെ ശരീരത്തിൻ്റെ നിറം മേഘനിറം, കണ്ണ് ചുവപ്പ്, വസ്ത്രം മഞ്ഞപ്പട്ട്, കിരീടം, വള, മാല, കാതില് മകരകുണ്ടലം, പൊന്നരഞ്ഞാണം, പൊൻചിലമ്പ്, കൗസ്തുഭം, ശ്രീവത്സം, ലക്ഷ്മി വക്ഷസില്, ശംഖചക്ര ഗദാപത്മങ്ങൾ. ഇങ്ങനെ വിഷ്ണു സ്വരൂപം, ചതുർബാഹു വിഷ്ണു സ്വരൂപത്തെ നന്നായിട്ട് കണ്ടു. ആ ഭഗവാനെ നമസ്കരിച്ചു, സ്തുതിച്ചു, വീണ്ടും സ്തുതിച്ചു. ഇപ്പോൾ സ്തുതിന് കഴിഞ്ഞുള്ളൂ കഴിഞ്ഞ അധ്യായത്തിൽ. ഇപ്പോൾ ആദ്യം സ്തുതിക്കുകയാണ്. ഭഗവാനാണ് ഏറ്റവും ചെറുതും ഭഗവാനാണ് ഏറ്റവും വലുതും. മനോരണീയൻ മഹതോ മഹീയൻ. ജനനം, നിലനിൽപ്പ്, മരണം ഇല്ലാത്തതായിട്ടുള്ള അങ്ങനെയുള്ള ഭഗവാനെ, പുരുഷോത്തമനായിട്ടുള്ള ഭഗവാനെ, അതേപോലെ വൈദിക, താന്ത്രിക, മിശ്ര പൂജാദികളെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്ന ഭഗവാന്റെ ഈ വിരാട് രൂപം, അതേപോലെ അവതാര സ്വരൂപം,
ബ്രഹ്മമായാലും ശരി, ബ്രഹ്മോപാസന ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ സകല സ്വരൂപത്തിൽ വന്ന എല്ലാ ഭഗവാന്മാരെയും മൂർത്തിഭേദത്തിനനുസരിച്ച് പൂജാക്രമമുണ്ട്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സന്തോഷിക്കുന്നതായിട്ടുള്ള ഭഗവാനെ, അങ്ങേക്ക് നമസ്കാരം. ഈ ജഗത്തിൻ്റെ നിമിത്ത കാരണം, ഉപാദാന കാരണം, ഇത് രണ്ടും ഭഗവാനാണ്. ബ്രഹ്മാവ് ഒരു കുമ്പാരനെ പോലെ ഇങ്ങനെ കലണ്ടാക്കുക അങ്ങനെ ശതധൃതിയായിട്ട് സൃഷ്ടി ചെയ്യണു. അതേപോലെ പഞ്ചഭൂതങ്ങൾ, 24 തത്വങ്ങൾ, ദ്രവ്യം, ജീവൻ, കാലങ്ങൾ, ഇതിനനുസരിച്ച് ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് അത് ശരീരങ്ങളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഇന്ന വസ്തുക്കളെ കൊണ്ടാണ് എന്നതാണ് ഉപാദാന കാരണമായിട്ട് പറഞ്ഞത്. അതേപോലെ മഹാദേവൻ, നാരദൻ, കപിലൻ, ഇവർക്ക് മാത്രം അറിയാൻ കഴിയുന്നതായിട്ടുള്ള ഈ ഭഗവാന്റേതായിട്ടുള്ള ഭഗവത്വം, അത് അരണിയിലെ അഗ്നി പോലെ, പാലിലെ നെയ്യ് പോലെ, ധാന്യത്തിലെ അന്നം പോലെ, ഭൂമിയിലെ ജലം പോലെ, പർവ്വതത്തിലെ സ്വർണം തൊട്ടുള്ള ലോഹങ്ങളെ പോലെ ഭഗവാനെ കഠിന പ്രയത്നം കൊണ്ട് മാത്രമേ കണ്ടെത്താൻ സാധിക്കുള്ളൂ. കാട്ടുതീയിൽപ്പെട്ട ആന ഗംഗയിൽ കുളിച്ചാലുള്ള സുഖമാണ് ഈ കഠിന പ്രയത്നത്തിന് ശേഷം ഭഗവാനെ കണ്ടുകിട്ടിയാലത്തെ അനുഭവം. വളരെ സുഖമാണ്. ഇപ്പം ഞങ്ങൾക്കിത് ആ അനുഭവം വന്നിരിക്കുന്നു. ഇത് ഞങ്ങളുടെ ഭാഗ്യം തന്നെയാണ്. ജരാനര മാറ്റാൻ ഞങ്ങൾക്ക് എന്താണോ ആവശ്യമായിട്ട് തരേണ്ടത് അത് ഹിതം അറിഞ്ഞ് തരണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങയ്ക്ക് എല്ലാം അറിയാം, എന്നാലും പറയണമെന്ന നിയമം ഉണ്ടായതുകൊണ്ട് ഞങ്ങളൊക്കെ അങ്ങയിൽ നിന്നാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ബ്രാഹ്മണർക്ക്, ദേവന്മാർക്ക് സുഖം കിട്ടണം, സാത്വികത നിലനിൽക്കണം. ബ്രഹ്മാവും ശിവനും ഒരേപോലെ ആവശ്യപ്പെട്ടപ്പോൾ വിഷ്ണു തൻ്റെ ഈ എന്താണോ താൻ ഈ പ്രപഞ്ചത്തിൽ ഒരുട്ടം ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വിഹർത്തുകാമഹ സ ആഹ പറഞ്ഞു. എന്തിന്? എനിക്കൊന്ന് ലീലയാടണം എന്നുള്ളത് പറയാതെ കണ്ട് ഭഗവാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ മാത്രമേ വേണ്ടൂ നിങ്ങളുടെ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ, പക്ഷെ ഞാനത് ചെയ്യില്ല. ഇപ്പോൾ കാലം അസുരന്മാർക്ക് അനുകൂലമാണ്. കാരണം അവർ നന്നായിട്ട് എന്നെ ഭജിച്ചിട്ടുണ്ട്. അപ്പോൾ കാലം അവർക്ക് അനുകൂലമാണ്. അപ്പോൾ നിങ്ങൾ ക്ലേശിക്കേണ്ട സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് ക്ലേശം അനുഭവിക്കുക, വേറെ മാർഗമില്ല. ഇനി എപ്പോഴാണോ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നത് അതുവരെ നിങ്ങൾ സന്ധി ചെയ്തുകൊണ്ട് കാത്തിരിക്കണം എന്നാണ്. പാലാഴി കടയാൻ വേണ്ടിയിട്ട് സന്ധി ചെയ്തു എന്നാണ് നമ്മൾ പറയാറ്. പക്ഷെ അങ്ങനെയല്ല. അത്രയും കാലം സന്ധി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വൃദ്ധി വരുന്നത് വരെ ദേവാസുര സന്ധിയിൽ നിങ്ങൾ കഴിയണം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ആ സന്ധി ചെയ്ത സമയത്ത് അവരുടെ ഈ ലൂപ്പ് ഹോൾ അറിഞ്ഞുകൊണ്ട് അവരെ ഈ പാലാഴി കടയാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കണം. അതാണ്. അപ്പോൾ നമ്മൾ സാധാരണ എന്താ പറയുക? പാലാഴി കടയാൻ വേണ്ടിയിട്ട് സന്ധി ചെയ്യാൻ പറഞ്ഞു എന്നാണ് പറയുക. അങ്ങനെയല്ല. ഭഗവാന്റെ ഈ ഒരു നിർദ്ദേശം കാലം വന്നല്ലാതെ കണ്ട് ഭഗവാൻ പോലും അനുഗ്രഹിക്കാൻ പറ്റില്ല ഭഗവാന്. അപ്പോൾ അതുകൊണ്ട് അത്രയും കാലം നിലനിൽക്കണമെങ്കിൽ ഈ അസുരന്മാരുടെ ദ്രോഹം ഇല്ലാതിരിക്കണം. ബലിക്കൊരു പ്രത്യേകത ഉണ്ട്, ഭഗവാന്റെ ഭക്തന. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ദ്രോഹമൊന്നും ചെയ്യില്ല. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭഗവാൻ പറഞ്ഞത്, നിങ്ങൾ സന്ധി ചെയ്തോളൂ, ബലി രക്ഷിക്കും എന്ന്. ദേവന്മാർക്കും അത് ഉപകാരമാവുകയുണ്ടായത്. അപ്പോൾ അങ്ങനെ സന്ധി ചെയ്തുള്ള സമയത്ത് നിങ്ങൾ പാലാഴി കടയാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യണം. വള്ളി, പുല്ല്, ഓഷധി, അങ്ങനെ മരുന്ന് വർഗ്ഗങ്ങൾ ഇതൊക്കെ പാലാഴിയിൽ കൊണ്ടുപോയിട്ട് ഇടുക. എന്നിട്ട് മന്ദരപർവ്വതത്തെ കടകോലാക്കുക. വാസുകി, പാമ്പിനെ, മറ്റേ മഹാദേവൻ്റെ പ്രധാനപ്പെട്ട ആഭരണമാണ്. മാത്രമല്ല ഒരു പാർശ്വദിനാണ്. ആ വാസുകിയെ കയറാക്കിക്കൊണ്ട് മന്ദിരത്തെ ഈ പാലാഴിയിലിട്ട് കടഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓഷധികൾ അതിൻ്റെ എല്ലാറ്റിൻ്റെയും ഫലമായിട്ട് കടയുമ്പോൾ അമൃത് കിട്ടും. അത് സേവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൗവനം കിട്ടും. ഇപ്പോഴുള്ള ജരാനരയെല്ലാം മാറിക്കിട്ടും, സ്വസ്ഥത കിട്ടും. അസുരന്മാർക്ക് ഇങ്ങനെ പണിയെടുത്തു വിചാരിച്ചിട്ട് ഞാൻ അവർക്ക് അമൃത് കൊടുക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് മാത്രമേ അമൃത് കിട്ടുള്ളൂ. അസുരന്മാരുടെ ആവശ്യം അംഗീകരിക്കുകയും വേണം. അവർക്ക് ഈ പാലാഴി കടഞ്ഞതിൻ്റെ ചില അനുഭവങ്ങളെ അവർക്ക് കൊടുക്കണം. അപ്പോൾ ചിലത് പൊന്തി വരുമ്പോൾ ചിലത് നിങ്ങൾക്കും ചിലത് അവർക്കുമായിട്ട് ഞാൻ വീതിച്ചു കൊടുക്കും. അതിനെയൊക്കെ നിങ്ങൾ ശുണ്ഠിയെടുക്കാതെ കണ്ട്, അതിൻ്റെ മുകളിൽ മുറുമുറുപ്പില്ലാതെ കണ്ട് അത് അംഗീകരിക്കണം. ഇനി
പാലാഴി കടഞ്ഞ് ആദ്യം കിട്ടുക വിഷമാണ്. അപ്പോൾ ഭയക്കണ്ട, മഹാദേവനെ ആശ്രയിച്ചോളൂ. അതേപോലെ കാമധേനു തൊട്ടുള്ള ഓരോന്നും പൊന്തി വരും. അർഹതപ്പെട്ട ഓരോരുത്തർക്കും ഞാനത് കൊടുക്കും. നിങ്ങൾ അത് കണ്ടു നിന്നാൽ മതി, കിട്ടിയത് സ്വീകരിച്ചാൽ മതി. മറ്റുള്ളവർക്ക് എന്ത് കിട്ടിയെന്നത് നിങ്ങൾ നോക്കണ്ട. അമൃത് ഏതായാലും ഞാൻ നിങ്ങൾക്ക് തന്നോളാം, അസുരന്മാർക്ക് കൊടുക്കാതെ ഇരുന്നോളാം. അതും പറഞ്ഞു കേട്ടോ. ഇങ്ങനെ എല്ലാം പറഞ്ഞു. ഭഗവാൻ മറഞ്ഞു. അതിനുശേഷം ഈ ഇന്ദ്രൻ, ദേവകളൊത്ത് ഋഷിമാരും ഒക്കെ ഉണ്ട്, എല്ലാവരും കൂടിയിട്ട് ബലിയെ കണ്ടു. അപ്പോൾ ക്ഷീണിതരാണ്, കയ്യിൽ ആയുധങ്ങളില്ല. എങ്കിലും അസുരന്മാർക്ക് ഇവരോട് ദേഷ്യമുണ്ട്. അപ്പോൾ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ ബലി തടുത്തു. അരുത്, കാരണം അവർക്ക് ഇപ്പോൾ ആയുധമില്ല. നീട്ടി നിൽക്കാൻ തന്നെ ആവതില്ല, അത്രയും കഷ്ടമാണ്, ക്ഷയം ആണ്. ജരാന്തര വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ കൂട്ടിയാൽ പറ്റില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യരുത്. അങ്ങനെ ബലിക്ക് വിശിഷ്ടമായിട്ടൊരു പീഠമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇന്ദ്രനും ബലിയും കൂടിയിട്ട് ഇന്ദ്രനൊരു പീഠമൊക്കെ ഇട്ട് കൊടുത്തു ബലി. എന്നിട്ട് ഇന്ദ്രനെ അവിടെ ഇരുത്തി. അതിന് ശേഷം വിസ്തരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭഗവാന്റെ ഒരു അറിയിപ്പുണ്ട്. പാലാഴി കടഞ്ഞു കഴിഞ്ഞാൽ അമൃത് കിട്ടും. നമുക്ക് 2 കൂട്ടർക്കും അത് എടുക്കാം. അത് ആഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം എന്നുള്ളത് വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 പേർക്കും ഉപകാരമായിട്ടാണല്ലോ ഉണ്ടാവുക. ഞങ്ങളുടെ ജരാന്തര പോവുകയും ചെയ്യും. അപ്പോൾ അതിന് ഞങ്ങൾ നിങ്ങളുമായിട്ട് സന്ധി ചെയ്യാനാണ് വന്നത്. അതിനെ ബലി സഹകരിക്കണം എന്നീ പ്രകാരം പറഞ്ഞു. പിന്നെ മഹാവിഷ്ണുവിൻ്റെ ആജ്ഞയുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ മഹാദേവൻ്റെ ബ്രഹ്മാവുണ്ട്. മഹാവിഷ്ണു ഇങ്ങനെ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ ബലി മഹാവിഷ്ണുവിൻ്റെയും കൂടി ഭക്തനായതുകൊണ്ട് അവിടെ അച്ഛൻ 2 പേരും ഒന്നാ. ദേവന്മാരുടെയും അസുരന്മാരുടെയും അച്ഛൻ കശ്യപനാണ്. അപ്പോൾ അതുകൊണ്ട് ആ വാക്കിനെ ബലി സ്വീകരിക്കാനുണ്ടായത്. അങ്ങനെ ദേവാസുരന്മാർ ഈ കടയാനുള്ള, പാലാഴി കടയാനുള്ള ഈ ഏർപ്പാടുകളൊക്കെ ചെയ്യാമെന്ന് ഏറ്റു. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. മന്ദരപർവ്വതം കൊണ്ടുവന്നു. മന്ദരപർവ്വതം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 2 പേരും കൂടിയിട്ട് ഒരുമിച്ചാണ് ശ്രമിക്കുന്നത്. അത് ഒരു ഭാഗം പൊന്തി, മറ്റേ ഭാഗം പൊന്തിയില്ല. കുറച്ച് പൊന്തിയപ്പോൾ താഴത്തേക്ക് വീണു. താഴത്തേക്ക് വീണപ്പോൾ കുറേ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ പെട്ട് മരിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ടായി. അതൊക്കെ ആകെ വിഷമായി. ഭഗവാൻ തന്നെ ഇടപെട്ടു. എന്നിട്ട് ഗരുഡൻ്റെ പുറത്ത് ആ മന്ദരപർവ്വത്തെ ഇടത്തെ കൈകൊണ്ട് വെച്ച് ഈ പാലാഴിയിൽ കൊണ്ടുവന്നിട്ടു. ആ സമയത്ത് മരിച്ചു പോയിട്ടുള്ള എല്ലാവരെയും, ദേവന്മാരെയൊക്കെ ഭഗവാൻ ജീവിപ്പിച്ചു. അതേപോലെ അസുരന്മാരെയൊക്കെ മൃതസഞ്ജീവനി വിദ്യ കൊണ്ട് ശുക്രാചാര്യൻ ജീവിപ്പിച്ചു. പിന്നെ അതിനുശേഷം ഭഗവാൻ പറഞ്ഞു. പിന്നെ വീണ്ടും ഈ കയറ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, വാസുകിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും പോയി. ഒക്കെ നടന്നില്ല. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ തന്നെ പറഞ്ഞു, ഗരുഡ എന്നാൽ അത് വാസുകിയെ ഒന്ന് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രമിച്ചു, തരായില്ല. വാല് പിടിച്ചാൽ തല പൊന്തില്ല, തല പിടിച്ചാൽ വാല് പൊന്തില്ല, ഇങ്ങനെ നടു പിടിച്ചാൽ എല്ലാം കൂടി പിന്നെയും ബാക്കിയാണ്. അപ്പോൾ മഹാദേവനെ എല്ലാവരും കൂടിയിട്ട് ശരണം പ്രാപിച്ചു. അപ്പോൾ മഹാദേവൻ തൻ്റെ ഇടത്തെ കൈ ഒന്ന് കാട്ടി വാസുകിയോട് വരാൻ പറഞ്ഞു. ഭഗവാന്റെ കൈ കയറിയിട്ട് വാസുകി അവിടെ എത്തുകയും ചെയ്തു. ഇവിടെ വന്ന് വാസുകിയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മന്ദരപർവ്വതം അവിടെ ഉണ്ട്, വാസുകി അവിടെയായി. അപ്പോൾ വാസുകിയെ 3 ചിറ്റി ചിറ്റിയിട്ട് ഈ കടകോലിൽ എങ്ങനെയാണോ നമ്മൾ കയറ് ചിറ്റുന്നത് അതേപോലെ ചിറ്റി. അങ്ങനെ ദേവന്മാർ, വിഷ്ണു ഉണ്ട് അവിടെ ഒപ്പം. ഈ വാസുകിയുടെ തല ചെന്ന് പിടിച്ചു. അസുരന്മാർക്ക് അപ്പോൾ പിന്നെ വാല് പിടിക്കുകയാണല്ലോ വേണ്ടത്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് അവിടേക്ക് എത്തി. അപ്പോൾ അവർ ആരോ പറഞ്ഞു, ഞങ്ങൾക്ക് വാല് പിടിക്കുന്നത് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല കേട്ടോ, നമുക്ക് തല പിടിച്ചാൽ മതി, മറ്റ് അഭിമാനത്തിന് ഭംഗം വരും. പാമ്പിൻ്റെ വാല് അമംഗളം എന്നുള്ള നിയമത്തെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വാല് പിടിക്കില്ല എന്ന് പറഞ്ഞു. ഭഗവാനും അതിനെ ആവശ്യം. അപ്പം അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നിങ്ങളെന്നാൽ തല പിടിച്ചോളൂ, ഞങ്ങൾ വാല് പിടിച്ചോളാം എന്ന് പറഞ്ഞു. ശരി, ബലി തൊട്ടുള്ളവരൊക്കെ തല പിടിച്ചു. വിഷ്ണു തൊട്ടുള്ളവരൊക്കെ, ഇന്ദ്രനും വിഷ്ണു തൊട്ടുള്ളവരെ വാലും പിടിച്ചു. അങ്ങനെ കടയാൻ തുടങ്ങി. അങ്ങനെ കടയുമ്പോഴാണ് ഈ മന്ദരപർവ്വതം കടലിലേക്ക് ഇങ്ങനെ താണു പോകാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഗണപതി ഹോമോ ഗണപതി പൂജയോ ഒന്നും ചെയ്തിട്ടില്ല. ഗണപതി പ്രീതി ആദ്യം വരുത്തിയതിൻ്റെ ശേഷം വേണം എന്ത് കർമ്മം ചെയ്യാനും. അത് ചെയ്യാതെ കണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെയില്ല. അപ്പം അതുകൊണ്ട് എന്തായി, മന്ദരപർവ്വതം താണു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കാരണം കണ്ടുപിടിച്ചു. അപ്പോൾ അത് ചെയ്യാമെന്ന് എല്ലാവരും ഏറ്റു. ഭഗവാൻ തന്നെ ആ മന്ദിരത്തെ ഉയർത്താൻ വേണ്ടിയിട്ട് കൂർമ്മസ്വരൂപി ആമയുടെ സ്വരൂപം സ്വീകരിച്ചു. എന്നിട്ട് കടലിൻ്റെ അടിയിൽ ചെന്നിട്ട്, അപ്പോൾ നല്ല പുറന്തോട് നല്ല കട്ടിയാണ്, 1,00,000 യോജന വലിപ്പമുണ്ട് ആ കൂർമ്മ സ്വരൂപിക്ക്.
കൂർമ്മസ്വരൂപി അവിടെ ചെന്ന് ഈ മന്ദിരപർവ്വത്തെ ഇങ്ങനെ ക്രമേണയായിട്ട് ഉയർത്തി, അത് ഭാഗമായിട്ട് ഉയർന്ന് അവിടെ നിന്നു. അപ്പോൾ ഗണപതിക്ക് കൊടുക്കേണ്ടത് കൊടുത്തു, ഈ മന്ദിരം പൊന്തിക്കേണ്ടത് ഭഗവാൻ തന്നെ സ്വയം ചെയ്തു. അപ്പോൾ വീണ്ടും കടയാൻ തുടങ്ങാം എന്ന് നിശ്ചയിച്ചു. അപ്പോൾ കടയാൻ തുടങ്ങുമ്പോൾ ഭഗവാൻ പല കാര്യങ്ങളും ആലോചിച്ചു. കാരണം ഇത് നേരെ ആവണമെങ്കിൽ ചില തടസ്സങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ സത്വരജസ്തമോ ഗുണങ്ങളെ ഭഗവാൻ ഓരോരുത്തരിലേക്ക് പ്രവേശിപ്പിച്ചു. വാസുകിയിൽ ആദ്യം നിദ്രയായിട്ട് തമോ ഗുണത്തെ പ്രവേശിപ്പിച്ചു. അപ്പോൾ ഉറക്കത്തിൽ കുറേശ്ശെ എന്തെങ്കിലും പീഡകളൊക്കെ പറ്റിയാലും അത് അത്ര അറിയില്ല, അത് സാരണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് സഹിക്കാനുള്ള കഴിവ് കിട്ടും. അങ്ങനെ വാസുകിയിൽ തമസ്സിന് നിദ്രയായിട്ട് മാറ്റി ദേവന്മാരിൽ സാത്വിക ശക്തി കൊടുത്ത് ഊർജത്തെ, മനസ്സിനെ ഒരു ഊർജത്തെ, ശരീരത്തിന് അപ്പോൾ അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, എന്നാലും ശരി അത് കൊടുത്തു. അതേപോലെ രജോ ഗുണം കൊണ്ട് ഇത് കിട്ടും, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അമൃത് കിട്ടും എന്നുള്ള ഒരു മോഹത്തിൽ പെടുത്തിക്കൊണ്ട് രജോ ഗുണം ഈ അസുരന്മാരിൽ പ്രവേശിപ്പിച്ചു. അങ്ങനെ നന്നായിട്ട് കടഞ്ഞു. അപ്പോൾ മന്ദിരം കൂടുതൽ പൊന്തനുണ്ടോ എന്ന് സംശയം, പർവ്വതം കടകോലെ. അപ്പോൾ ഭഗവാൻ ഒരു കൈ അവിടെ വെച്ചു എന്നാണ്, അതല്ല വെച്ചാൽ ഒരു കിളിയായിട്ട് ഭഗവാൻ അവിടെ ചെന്നിരുന്നു എന്നാണ്. എന്തായാലും ഇനി കൂടുതൽ പൊന്തുമില്ല താഴുമില്ല, ആ രീതിയിൽ രണ്ട് ദിക്കിലും ഭഗവാന്റെ തേജസ് അവിടെ വന്നു. എങ്ങനെ വന്നു എന്നുള്ളത് നോക്കണ്ട, കൂർമ്മരൂപിയായിട്ട് താഴെ, പക്ഷിരൂപിയായിട്ട് മുകളിൽ ആയിക്കോട്ടെ, അല്ല ഭഗവാൻ കയ്യാ വെച്ചായിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ നന്നായിട്ട് കടയുന്ന സമയത്താണ് വാസുകിയുടെ മുഖത്ത് നിന്ന്, ഈ വാസുകിയുടെ നല്ല വിഷം, കാളക്കൂട വിഷം തന്നെയാണ്. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. ആ വിഷം അങ്ങോട്ട് പുറത്തേക്ക് വന്നു, അസുരന്മാരൊക്കെ പതിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ആ കാറ്റിങ്ങനെ ഈ ദേവന്മാരുടെ അവിടേക്കും വരാൻ തുടങ്ങി. അപ്പോൾ ദേവന്മാരുടെ മീതെ മഴ പെയ്ച്ചു, അമൃത മഴ പെയ്ച്ചു. അപ്പോൾ അസുരന്മാർക്ക് ഇത് സഹിക്കാൻ വയ്യാണ്ടേ. അസുരന്മാർ പിന്നെ മൃതസഞ്ജീവനി വിദ്യ കൊണ്ട് ശുക്രാചാര്യർ അവരെ ജീവിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ രണ്ടും വിഷപീഠ ശമിപ്പിച്ചു. പിന്നെ കുറച്ചാളുകളൊക്കെ മരിച്ചുപോയി, അത് മഹാദുഷ്ടന്മാരാണ്, അവർ പോയിക്കോട്ടെ എന്ന് നിശ്ചയിച്ചു. അങ്ങനെ വീണ്ടും കടയാൻ തുടങ്ങി. അപ്പോൾ കടയാൻ തുടങ്ങിയപ്പോൾ കടച്ചിലിന് സ്പീഡില്ല. അപ്പോൾ ഭഗവാന് തോന്നി ഇങ്ങനെ കടഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം കടഞ്ഞാലും ഈ അമൃത് കിട്ടാൻ പോകുന്നില്ല. ഭഗവാൻ തന്നെ തൻ്റെ അജിത സ്വരൂപത്തെ സ്വീകരിച്ചു. വലിയ ശരീരമാണ് ഭഗവാന്റെ, 500 കൈകൾ തല പിടിക്കാനും 500 കൈകൾ വാല് പിടിക്കാനും, അങ്ങനെ സഹസ്രബാഹുവായിട്ട്, സഹസ്രബാഹു, സഹസ്ര ശിരസ്, സഹസ്രാക്ഷൻ, സഹസ്ര പുരുഷൻ. ഏതായാലും അങ്ങനെയുള്ള ആ ഭഗവാൻ വന്ന് ഈ കടയാൻ തുടങ്ങി സ്വയമേവ. സമുദ്രം ഇളക്കി മറിഞ്ഞു. ആ സമയത്ത് നല്ലോണം കടഞ്ഞ സമയത്ത് കാളക്കൂട വിഷം, സമുദ്രത്തിലെ കാളക്കൂട വിഷം, ഈ വാസുകിയുടെ വിഷം പോലെയല്ല അത് കുറച്ച് സ്ഥലത്ത് മാത്രമേ ബാധിക്കുള്ളൂ. ഇത് ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ നശിക്കും. അങ്ങനെയുള്ള കാളക്കൂട വിഷം പൊന്തി വന്നപ്പോൾ ജലജീവികൾ പോലും സ്തബ്ധരായി, പരവശരായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടും കാര്യം ഉണ്ടായില്ല എന്ന് സാരം. അപ്പോൾ വല്ലാത്ത വിഷമായി. ഈ വിഷത്തെ വ്യാപനശീലമുണ്ട് വിഷത്തിന്. അപ്പോൾ സർവ്വതും നശിക്കും എന്നുള്ള കാര്യം ഉറപ്പായി. ദേവന്മാർ ഭയപ്പെട്ട് മഹാവിഷ്ണുവോട് പറഞ്ഞ് എന്താ ചെയ്യുക ചോദിച്ചു. ഞാൻ കൂട്ടിയാൽ പറ്റില്ല, ഞാനല്ല വേണ്ടത്, നിങ്ങൾ ശിവനെ ഭജിക്കൂ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ശിവനെ ബ്രഹ്മമായിട്ട് കണ്ടുകൊണ്ട് ദേവദേവ മഹാദേവ എന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ചു. ആത്മസ്വരൂപ രക്ഷക, 3 ലോകവും നശിപ്പിക്കുന്നതായിട്ടുള്ള ഈ വിഷത്തിൽ നിന്ന് രക്ഷകനായിട്ടുള്ള മഹാദേവ ഞങ്ങളെ രക്ഷിക്കണേ. ബന്ധമോക്ഷത്തിന് കാരണം അങ്ങാണ്, ദുഃഖം തീരാൻ വിവേകികൾ അങ്ങയെ ആശ്രയിക്കുന്നു, സൃഷ്ടിയാദികൾ ചെയ്യുന്നത് അങ്ങാണ്, ത്രിമൂർത്തികളും അങ്ങാണ്, ബ്രഹ്മം അങ്ങാണ്, സത്ത് അസത്ത് ജീവി സ്വഭാവം കൊടുക്കുന്നത് അങ്ങാണ്, വേദം അങ്ങാണ്, ജഗദീശ്വരൻ അങ്ങാണ്. 24 തത്വം ത്രിഗുണത്തോടു കൂടി ചേർത്തിട്ട് പ്രപഞ്ചത്തെ നിർമ്മിച്ചത് അങ്ങാണ്. ആത്മാവ്, കാലം, പ്രപഞ്ചം, സത്യം, യാഗം, ധർമ്മം, പഞ്ചഭൂതം ഇതൊക്കെ ഭഗവാനെ മഹാദേവനായിട്ടുള്ള അങ്ങാണ്. ഭൂമി ഭഗവാന്റെ കാലടിയാണ്, മുഖം ഭഗവാന്റെ അഗ്നിയാണ്, ദിക്ക് ദേവതകൾ അത് ഭഗവാന്റെ കാതാണ്, നാവ് ഭഗവാന്റെ വരുണൻ ഭഗവാന്റെ നാവാണ്. അതേപോലെ ആകാശം നാഭിയാണ്, വായു ശ്വാസോച്ഛ്വാസമാണ്, സൂര്യൻ ശിവന്റെ കണ്ണാണ്, ജലം രേതസ്സാണ്, ചന്ദ്രൻ മനസ്സാണ്, സ്വർഗം ശിരസ്സാണ്, സമുദ്രം വയറാണ്, പർവ്വതം എല്ലാണ്, നദി ഞരമ്പാണ്, ഓഷധി രോമം ആണ്, സപ്തധാതുക്കൾ ഛന്ദസ്സാണ്, ധർമ്മം ഹൃദയമാണ്. ഈ പഞ്ചോപനിഷത്ത് അത് 5 മുഖങ്ങളാണ്. മഹാദേവൻ 5 മുഖങ്ങളാണ്. 5 ഉപനിഷത്ത് എന്നാണ് പറയുക. പഞ്ചബ്രഹ്മൻ എന്ന് ആണ് അത് പറയുക. 5
മാത്രയിലാണ് ഓങ്കാരത്തെ വിന്യസിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഓങ്കാരം 38 മന്ത്രങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. സദ്യോജാതം 8 മന്ത്രങ്ങൾ, വാമദേവൻ തൊട്ടുള്ള 13 മന്ത്രങ്ങൾ, അഘോരം തൊട്ടുള്ള 8 മന്ത്രങ്ങൾ, തത്പുരുഷൻ തൊട്ടുള്ള 4 മന്ത്രങ്ങൾ, ഈശാനം തൊട്ടുള്ള 5 മന്ത്രങ്ങൾ, ഇങ്ങനെ പഞ്ചമുഖനിൽ നിന്ന് 38 മന്ത്രങ്ങൾ. ഭഗവാനെ സ്തുതിക്കാൻ ഉപയോഗിക്കുന്ന പഞ്ചബ്രഹ്മൻ എന്നുള്ള വേദത്തിലെ പ്രത്യേകമായിട്ടുള്ള സ്തുതിയാണ്. ആ ഉ മ എന്ന് വൈഷ്ണവം 3, ആ ഉ മ ബിന്ദു കൂടി ചേർത്ത് ശാക്തേയം 4, ആ ഉ മ ബിന്ദു നാദം, ഇങ്ങനെ 5 മാത്രകളായിട്ട് ഓം നമഃ ശിവായ എന്ന ഓങ്കാരം. അതേപോലെ തന്നെ രാമ, അത് താരക ബ്രഹ്മമന്ത്രം എന്നാണ് അഗസ്ത്യൻ അതിനെ വിശേഷിപ്പിച്ചത്. ശക്തി, കല, അർത്ഥമാത്ര എന്ന് 3 കൂടി കൂട്ടിയിട്ട് ആ ഉ മ ബിന്ദു നാദം, ശക്തി, കല, അർത്ഥമാത്ര, ഇങ്ങനെ 8 മാത്രകളാണ് ഓങ്കാരം എന്നുള്ള മന്ത്രത്തിലുള്ളത്. അത് കാരണം ഓങ്കാരം ആരും ജപിക്കാൻ പാടില്ല എന്നാണ്. ബ്രാഹ്മണർക്ക് മാത്രമേ അത് ഗുരു ഉപാസനയോട്, ഗുരു ഉപദേശിച്ചോട് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ഇന്ന് എല്ലാവരും ഓങ്കാരം ജപിക്കുന്നുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് വിശകലനം ചെയ്യണ്ട, പക്ഷെ ഇങ്ങനെയൊന്നുണ്ട് എന്നുള്ളത് അറിയാം. 8 മാത്രകളുണ്ട് ഓങ്കാരത്തിന്. അകാരം, ഉകാരം, മകാരം, ബിന്ദു, നാദം, ശക്തി, കല, അർത്ഥമാത്ര. അതേപോലെ രാമമന്ത്രം നാരായണ നമഃശിവായ എന്നതിൻ്റെ ബീജ അക്ഷരങ്ങളെ കൂട്ടിച്ചേർത്തതാണ്. നാരായണ എന്നുള്ളത് ഭഗവാൻ വൈഷ്ണവമായിട്ടും നമഃശിവായ എന്നുള്ളത് ശൈവമായിട്ടും. നാരായണനെ ആശ്രയിക്കുന്നു എന്ന് നാരായണ എന്ന് വെറുതെ നാമം ജപിച്ചു കഴിഞ്ഞാൽ അർത്ഥം കിട്ടും. നാകാരം ജീവനാണ്, രാകാരം രാതി കടക്കുക എന്നാണ്. ഈ സത്വരജസ്തമോ ഗുണങ്ങളെയാണ് കടക്കേണ്ടത്. യകാരം ഭഗവാനുമായിട്ടുള്ള സഖ്യമാണ്, നകാരം ഭഗവാൻ സ്വയം നരസിംഹമൂർത്തിയാണെന്നാണ് പറയുക. അതേപോലെ നാരായണ എന്നുള്ള ഈ മന്ത്രത്തിൻ്റെ ഒരു തവണ നമ്മൾ ജപിക്കുമ്പോൾ 4 മാത്രയുള്ളതായിട്ടുള്ള വിഷ്ണു എന്നുള്ള രീതിയിലാണ് വരിക. അപ്പം അങ്ങനെയുള്ള ആ നാരായണനെ ജപിക്കുമ്പോൾ രാകാരമാണ് അതിൽ ബീജം. അപ്പോൾ കടക്കുക എന്നതാണ്. ന അയനം എന്നായി കഴിഞ്ഞാൽ ആശ്രയമില്ലാത്ത ഭാവം എന്നാണ് പറയുക. അത് രാകാരം കൂടി ചേരുമ്പോഴോ ഈ നാരങ്ങൾക്ക് മുഴുവൻ അയനം എന്ന അർത്ഥമായിട്ട് മാറി. നാരം എന്ന് പറഞ്ഞാൽ ജീവജാലം, അയനം എന്നുള്ളത് ആശ്രയം എന്നുള്ളതാണ്. അപ്പോൾ നാരങ്ങൾക്ക് ഈ ആശ്രയമായിട്ടുള്ള ഈശ്വരഭാവമാണ് നാരായണൻ. അതുകൊണ്ട് ഓം നമോ നാരായണായ. ഭഗവാന്റെ മൂലമന്ത്രം അതാണ്. ഓങ്കാരം പൂർവ്വം ചേർക്കും, ഓങ്കാരം ഒടുക്കം ചേർക്കും എന്നെല്ലാം നിയമമുണ്ട്. അപ്പോൾ അവിടെ ഓങ്കാര സ്വരൂപിയായിട്ടുള്ള ഭഗവാനെ അങ്ങയെ നമസ്കരിക്കുന്നു. അത് നാരായണനായിട്ടുള്ള സ്വരൂപം, സകല സ്വരൂപനായിട്ടുള്ള ബ്രഹ്മസ്വരൂപനായിട്ടുള്ള അനന്തപത്മനാഭനായിട്ടുള്ള ഈ ബ്രഹ്മാണ്ട അധിപതി ആയിട്ടുള്ള ബ്രഹ്മാണ്ട നിർമ്മാതാവായിട്ടുള്ള ഇങ്ങനെയൊക്കെയാണ് നാരായണൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഓം നമോ നാരായണായ എന്ന മൂലമന്ത്രം വളരെ വിശേഷപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും 8 ആണ് പ്രധാനമായിട്ട് പറയുക. വൈഷ്ണവമായതിലൊക്കെ 8 ആണ്. ശൈവം അഷ്ടമൂർത്തി ഭാവത്തിൽ 8 ആണ്. ശാക്തേയം അഷ്ടമൂർത്തിയായിട്ട് ദേവി ഭാഗവതത്തിൽ നമുക്ക് കാണുന്നത് സാധിക്കും. അപ്പോൾ 8 ആവരണം. അതേപോലെ ഈ മൂലാധാരം തൊട്ടിട്ട് മൂലാധാരം തൊട്ട് സഹസ്രാര പത്മം വരെ, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാവം കൂടിയുണ്ട്. ആ കോട്ടയും കൂടിയും കടന്നാലാണ് 8. സഹസ്രാര പത്മം 7ാമത്തെയാണ്. മൂലാധാരം, സ്വാധിഷ്ഠാനം, അനാഹതം, ഓർമ്മ വരുന്നില്ല, ആയിക്കോട്ടെ. അത് ഇനി അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, നോക്കിയിട്ട് പറയാം. മറവി രോഗം ഉണ്ടാവുകൊണ്ടാണ്, അത് അറിയാഞ്ഞിട്ടല്ല. മറവി രോഗം ഉണ്ടാവേണ്ട ഓർമ്മ വരുന്നില്ല, അത്രയേ ഉള്ളൂ. ഏതായാലും സഹസ്രാരപത്നം, ആജ്ഞ, സഹസ്രാരപത്നം. ആജ്ഞ എന്നുള്ളത് ഭ്രൂമധ്യമാണ്. ഇതാണ് ഭ്രൂമധ്യം. അപ്പോൾ മൂക്കിൻ്റെ തൊട്ട് മീതെയായിട്ട് പിന്നെ ഈ പുരികത്തിൻ്റെ ഈ മൂക്കിൻ്റെ അടുത്തുള്ള അറ്റം ലേശം താഴത്തേക്ക് വരും എന്നാണ് പറയുക. അപ്പോൾ അവിടെ ഒരു ത്രികോണ സംഗമമാണ്. ആ ത്രികോണത്തിൻ്റെ നടുക്കാണ് ബിന്ദു തൊടേണ്ടത്. അവിടെ ചന്ദനമാണ് തൊടേണ്ടത്, തണുപ്പിക്കാനാണ് വേണ്ടത്. അവിടെ നിന്നാണ് രുദ്രൻ ഉണ്ടായത്. ജീവൻ അവിടെയാണ് ഇരിക്കണമെന്നെല്ലാം ശാസ്ത്രം പറയണു. ജീവൻ്റെ ചൈതന്യം മുഴുവനെ ഭ്രൂമധ്യത്തിലാണ്. അതുകൊണ്ട് ശിവൻ അതിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള ഈ മഹാദേവനെ ഓങ്കാരം കൊണ്ട്, അതേപോലെ തന്നെ ശബ്ദബ്രഹ്മം എന്നാണ് ഓങ്കാരത്തിന് പറയുക. നമ്മൾ കലികാലത്തിൽ
അയ്യപ്പൻ ഉണ്ടായത് ഈ ശിവ വിഷ്ണു രണ്ടുപേരും കൂടി ഒന്നായിട്ട് ശങ്കരനാരായണനായിട്ടാണ്. അതിൽ നിന്നാണ് ഈ അയ്യപ്പൻ ഉണ്ടായത്. അവിടെ അച്യുത രാമമന്ത്രം എന്നാണ് ഈ രാമ എന്നതിനെ പറയുക. നാരായണൻ അച്യുതനാണ്, നമശിവായ എന്നുള്ളത് ശങ്കരനാണ്. അച്യുത ശങ്കര മന്ത്രം ആണ് രാമ എന്നുള്ളത്. അപ്പം ഇങ്ങനെ ധാരാളം ഈ ഓങ്കാരത്തിൻ്റെ വ്യാഖ്യാനം അഗസ്ത്യ മഹർഷി രാമായണത്തിലെ രാമ എന്നുള്ള താരക ബ്രഹ്മ മന്ത്രത്തെ ഓങ്കാരത്തിന് തുല്യമായിട്ടും അതേപോലെ ശിവ വിഷ്ണു എന്ന ഭാവത്തിലാണ് രാമൻ ഇരിക്കുന്നത് എന്നെല്ലാം അവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണുവായിട്ടാണല്ലോ നമ്മൾ സാധാരണ ശ്രീരാമനെ വ്യാഖ്യാനിക്കാറ്. രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനും പാർവതിയും കൂടിയിട്ടുള്ള ഭാവമായി, അതേപോലെ വിഷ്ണുവും ശിവനും കൂടിയിട്ടുള്ള ഭാവമായി, അതുപോലെ നരനും നാരായണനും തമ്മിലുള്ള ഭാവമായി, രാമനും സീതയും എന്നുള്ള രൂപത്തിലായി, ഈശ്വരനും ഈശ്വരിയും എന്ന രൂപത്തിൽ. വൈഷ്ണവായാലും ശാക്തയായാലും ശൈവമായാലും എല്ലാം ഈ രാമനിൽ അടങ്ങണം. രാകാരം എന്നുള്ളത് അവിടെ കടക്കുക എന്നതാണ്, ഇരുട്ടിനെ ഇല്ലാണ്ടെയാക്കുക എന്നതാണ്. മഹ് എന്നുള്ളത് ത്രിമൂർത്തി ഭാവമാണ്, അതല്ലെങ്കിൽ സത്വരജസ്തമോ ഗുണങ്ങളാണ്. ന എന്നുള്ളത് അഭാവം ആണ്. അതേപോലെ ശി എന്നുള്ളത് ശിനോതി. ശിനോതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർച്ച കൂട്ടുക എന്നാണ്. അതേപോലെ വാകാരം, അത് സേവനം എന്നാണ് അർത്ഥം. യകാരം സഖ്യം. അപ്പോൾ സജ്ജന സേവനം, സദ്ഗുരു സേവനം, ഭഗവത് സേവനം, ഈ വിരാട് രൂപയിലുള്ള ഓരോരുത്തരിലും വ്യഷ്ടിയിലും സമഷ്ടിയിലും ഭഗവത്വമുണ്ട്. ആ ഭഗവാന്മാരെ സേവിക്കുക എന്നതാണ് വാകാരം. അപ്പോൾ ഭഗവാനുമായിട്ട് സഖ്യം കിട്ടും. അതിന് രണ്ട് കാര്യങ്ങൾ ചെയ്യണം ശിനോതി. എന്താ അത്? ഭക്തിയും ഈ സമർപ്പണ ഭാവവും വേണം. ഭക്തിയും ജ്ഞാനവും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ മുക്തി കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ആ ഭഗവാനെ ഇങ്ങനെ ഓം നമ ശിവായ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും സ്തുതിച്ചു. സ്വയം പ്രകാശിതനായിട്ടുള്ള ഭഗവാനെ, അങ്ങ് ഈ ലോഭാദികൾ അങ്ങയിൽ നിന്നാണ് ഉണ്ടായത്, അത് നിഴലാണ്. അതുപോലെ 18 ചീത്തകൾ നമ്മൾ ഷഡ്വൈരി, ഷഡൂർമി, ഷഡരി എന്നാണ് അതിന് പറയുക. കാമക്രോധ ലോഭ മോഹം, അത് മത്സരങ്ങൾ ഷഡ്വൈരി. പഞ്ചേന്ദ്രിയങ്ങൾ മനസ്സും ഷഡ് അരി. അതേപോലെ ഇപ്പോൾ ദേവന്മാർക്ക് വാരിസായിട്ടുള്ള ജരാ മൃത്യു അല്ലെങ്കിൽ ജരാനര. അതേപോലെ ആദിവ്യാധി, വിശപ്പ്, ദാഹം, ഇത് ഷഡ് ഊർമികൾ എന്നാണ് പറയുക. അപ്പോൾ ഈ ഷഡൂർമി, ഷഡ്വൈരി, ഷഡ് അരി, പിന്നെ പഞ്ചക്ലേശങ്ങൾ, സപ്തവ്യസനങ്ങൾ, 3 ആധി, 3 ശോകമൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇതിൽ പെട്ടതാണ്. ഇതൊക്കെ ഭഗവാന്റെ ഈ സൃഷ്ടിയിൽ ആദ്യമേ തന്നെ അവിദ്യാ സൃഷ്ടി നടത്തി. അതാണ് മോഹം, മഹാമോഹം, താമിശ്രം, അന്ധതാമിശ്രം, തമസ്. അപ്പം ഇങ്ങനെ 36, 5, 41. ഈ 41 തിരിയിട്ടിട്ടാണ് സ്വതേ രാമായണം വായിക്കേണ്ടത്. അത് ഈ രാമമന്ത്രത്തിൻ്റെ അർത്ഥമാണ്. അച്യുത ശങ്കര മന്ത്രം, രാമമന്ത്രം ഓങ്കാരത്തിൻ്റെ താരക ബ്രഹ്മരൂപമാണ്, ശബ്ദബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷ രൂപമാണ്. അപ്പം അതുകൊണ്ട് അത് ജപിച്ചു കഴിഞ്ഞാൽ ഈ 41 ചീത്തകളും ഇല്ലാണ്ടാവും. പിന്നെയും ചീത്തകളുണ്ട് കേട്ടോ. ആലസ്യം, അവമതി, അവമാനം, അങ്ങനെയല്ലേ. അതേപോലെ നിശ്ചയദാർഢ്യമില്ലായ്മ, അങ്ങനെ ഒരു 10 വേറെയുണ്ട്. അതുകൊണ്ടാണ് 51 അക്ഷരാളി. അപ്പോൾ 51 അക്ഷരങ്ങളെ കൊണ്ട് അതിനെ പരിഹരിക്കാൻ സാധിക്കും. അത് ടോട്ടൽ എഴുതി വെച്ചപ്പോൾ ഒരു 72 കിട്ടിയിട്ടുണ്ട്. ഈ ചീത്ത സ്വഭാവങ്ങൾ നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് 72 കിട്ടിയിട്ടുണ്ട്. ഇനി അത് തന്നെ ആചാര്യന്മാർ കുറച്ചുകൂടി വിസ്തരിച്ച് പറയാറുണ്ട്. 100 ജില്ലാനും മറ്റേ നല്ല നല്ല ഗുണങ്ങളുണ്ട് നമുക്ക്. വിനയം തൊട്ടുള്ള ഓരോന്ന് നമ്മൾ കണക്കാക്കിയാണ്. സ്നേഹവിനയാദികളെ വെച്ച് കണക്കാക്കി കഴിഞ്ഞാൽ 100 ജില്ലാനെണ്ണമുണ്ട്. അതിനൊക്കെ അതില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 172. അങ്ങനെയൊക്കെയാണ്. നമ്മൾ ചിന്തിക്കാത്ത എത്രയോ കാര്യങ്ങളാണ് ഭാഗവതത്തിലുള്ളത്. നമ്മളത് അറിയണില്ല. അങ്ങനെ സൂക്ഷ്മ വിശകലനം ചെയ്യണം. ഓരോ അക്ഷരത്തിന് അർത്ഥമുണ്ട്, ഓരോ സ്വരത്തിന് അർത്ഥമുണ്ട്. എത്ര വിശാലാന്ന് ചോദിച്ചാൽ അറിയില്ല. അത്രയും ബൃഹത്താണ് ഈ നമ്മുടെ സംസ്കൃതം. ഇവരാൽ കണ്ടുപിടിക്കപ്പെട്ടതെന്നർത്ഥം. ഇപ്പോൾ നമ്മൾ അകാരത്തിനെ ശിരസ്സായിട്ട് പറയും, ആകാരത്തിനെ നെറ്റിയായിട്ട്, ഈകാരം വലത്തെ കണ്ണ്, ഈകാരം ഇടത്തെ കണ്ണ്, ഉകാരം വലത്തെ ചെവി, ഊകാരം ഇടത്തെ ചെവി, ഋകാരം വലത്തെ കവിള്, ഋകാരം ഇടത്തെ കവിള്, ഇള് എന്നുള്ളത് വലത്തെ മൂക്ക്, ഇള് എന്നുള്ളത് ഇടത്തെ മൂക്ക്, പിന്നെ ഏകാരം മേൽചുണ്ട്,
ഐകാരം കീഴ്ച്ചുണ്ട്, ഓകാരം താഴത്തെ പല്ല്, ഔകാരം മുകളിലത്തെ പല്ല്, ഇങ്ങനെയെല്ലാം നിശ്ചയിക്കുന്നു. ഓ എന്നുള്ളത് മുകളിലത്തെ പല്ല്, ഓകാരം താഴത്തെ പല്ല്. അതേപോലെ എന്നുള്ളത് മുകളിലത്തെ താലുമൂല, മറ്റത് എന്നുള്ളത് താഴത്തെ താലുമൂല. അപ്പോൾ 16 സ്വരങ്ങൾക്ക് 16 ശരീരത്തിൻ്റെ അവസ്ഥകളാണ്. ഇനി സംശയം, ദുഃഖം, പോവുക, കോപം, രക്ഷ, ഹാസം, ഭയം, ഭൂമി, ധേനു, വരുക, സ്മരണ, വിളി, നിശ്ചയം, ശിവൻ, വിഷ്ണു, ഇങ്ങനെ 16 സ്വരങ്ങൾക്ക് 16 ഭാവമുണ്ട്, 16 അർത്ഥങ്ങളുണ്ട്. അതേപോലെ ഇനി കാക്ക ഗഖങ്ങ, അതിനുണ്ട് അർത്ഥം. ഇപ്പോൾ കാക്ക ഗഖങ്ങ അതിന് വലത്തെ കയ്യ് എന്നാണ്, സമൂലാണ്, തോള് മുതൽ കൈ വരെയുള്ള മുഴുവൻ കൂടിയിട്ടാണ്. ച ഛ ജ ഝ ഞ അത് ഇടത്തെ കൈകാണ്. ട ഠ ഡ ഢ ണ വലത്തെ കാല്. ത ഥ ദ ധ ന ഇടത്തെ കാല്. പ ഫ ബ ഭ മ പകാരം ഉദരം, ഭകാരം വലത് ഭാഗം, ബകാരം ഇടത് ഭാഗം, ഭ എന്നുള്ളത് തോള്, കഴുത്തായിട്ടും പറയാറുണ്ട്, മകാരം ഹൃദയം. അതേപോലെ ഹലന്ത ലബന്ധങ്ങൾ എന്ന് പറയും. യകാരം ത്വക്ക്, അതിന് വായു ആയിട്ടാണ് കണക്ഷൻ. അതുപോലെ രകാരം രോമം, അത് അഗ്നി ആണ്. ലകാരം രക്തം, അത് ഭൂമിയാണ്. ഉവകാരം മേധസ് ജലം ആണ്. ഷ എന്നുള്ളത് മജ്ജ സുഖം ആണ്. ഷകാരം മാംസം കഴിവ് ആണ്. സ എന്നുള്ളത് അസ്ഥി സൗഭാഗ്യം എന്നാണ്. ഹകാരം നാഭി ആകാശം ആണ്. ക്ഷ എന്നുള്ളത് മേഢ്രം ആണ്. പിന്നെ ഓരോ അക്ഷരങ്ങൾക്കും കൊടുക്കുന്നതായിട്ടുള്ള ഈ അർത്ഥങ്ങൾ ക്ഷത്രജ്ഞ, ക്ഷതാത് ത്രായതേ ജ്ഞാനാത്, ക്ഷതാത് ത്രായതേ ജ്ഞാനാത്. അത് വാചകമാക്കുമ്പോൾ വിഭക്തികളൊക്കെ കൂട്ടാനും എന്തൊക്കെയുണ്ട്. അപ്പോൾ നമുക്കെന്താണ്, ഈ ജീവൻ്റെ ച്യുതിയിൽ നിന്നും മോചനം നേടണമെങ്കിൽ, അതിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ ജ്ഞാനത്തെ നേടണം എന്നുള്ള നിയമമാണ് ക്ഷത്രജ്ഞ. നമ്മൾ കൂട്ടക്ഷരം എഴുതുമ്പോൾ ക്ഷത്രജ്ഞ എഴുതാറുണ്ട്. മലയാളത്തിൽ ള ഴ റ എന്ന് എഴുതാറുണ്ട്. അതിൻ്റെ അർത്ഥം അങ്ങനെയൊന്നും പറഞ്ഞ് കണ്ടിട്ടില്ല, വ്യാഖ്യാനത്തിലൊന്നും കണ്ടിട്ടില്ല, എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ മഹാദേവനെ ഇത്രയും വിശാലമായിട്ടുള്ള സ്തുതിയാണ് ഈ 2ാമത്തെ അധ്യായത്തിൽ ചെയ്തത്. മഹാദേവനെയാണ് 3ാമത്തെ അധ്യായത്തിൽ, മറ്റേ 7ാമത്തെ അധ്യായമാണല്ലോ. അപ്പം അതിൽ അങ്ങയുടെ ബ്രഹ്മസ്വരൂപത്തെ ആർക്കും അറിയാൻ സാധിക്കില്ല, നിശ്ചയിക്കാൻ സാധിക്കില്ല. സത്വരജസ് തമോ ഗുണങ്ങളാകുന്ന സൂര്യ, ചന്ദ്ര, അഗ്നി ആകുന്ന ഈ 3 കണ്ണുകൾ 18 ചീത്തകളെയും നോക്കുന്നു. ഈക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ചീത്തകളെ ഇല്ലാണ്ടാക്കുന്നു. മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് കാലനെ വധിച്ചു, അതേപോലെ കാമനെ വധിച്ചിട്ടുണ്ട് ഭഗവാൻ. ഈ ലീലകളൊക്കെ അവിടത്തേക്ക് നിസ്സാരമാണ്. പ്രളയകാലമാണ് 3ാം തൃക്കണ്ണിലെ അഗ്നിയാൽ ഭഗവാൻ സ്വയമേവ നിമിഷ നേരം കൊണ്ട് ചെയ്യിക്കുന്നത്. അതാത് സമയത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, വേറെ ആരുടെയും സഹായം വേണ്ട. ജ്ഞാനികൾ അവിടുത്തെ തൃപ്പാദത്തെ ഭജിക്കുന്നു. സംഹർത്താവ് ഭഗവാനെ അങ്ങാണ്, ക്രൂരനാണ് എന്ന് തോന്നും. ഒട്ടും അല്ല കേട്ടോ, മഹാദേവൻ ഒട്ടും ക്രൂരനല്ല. അതുപോലെ ശ്മശാനവാസിയാണ്, അശുദ്ധനാണ്, പിശാച്, ഭൂതപ്രേത പിശാച് എന്നൊക്കെ പറയല്ലോ, ഒട്ടും അങ്ങനെയല്ല. പിന്നെയോ ഇത് അജ്ഞാനികൾക്ക് മാത്രമേ ഇങ്ങനെ തോന്നുള്ളൂ. ജ്ഞാനികൾക്ക് ഭഗവാൻ ഏറ്റവും ശുദ്ധസ്വരൂപൻ, സ്ഫടികം ആണ്, സീ ത്രൂ ആണ്. കൈലാസപതി അങ്ങനെയാണല്ലോ, കൈലാസത്തിലെ മഹാദേവൻ്റെ രൂപം സ്ഫടികത്തിൽ ഐസിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുന്ന രീതിയിൽ ഭഗവാന്റെ രൂപം ഐസായിട്ട് കാണാം. എന്നാലും കണ്ണും മൂക്കും നാക്കും എല്ലാം ഉണ്ടേനി, അതരസം. അതെങ്ങനെയാണ് കിട്ടണമെന്ന് ചോദിച്ചാൽ ശരി, അങ്ങനെ കിട്ടും. അത് നമ്മൾ ക്രിസ്റ്റൽ ഭഗവാന്റെ വേറെ രൂപം ഉണ്ടാക്കിയത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെയാണ് അവിടുത്തെ ഈ പരമാർത്ഥം ബ്രഹ്മാദികൾക്ക് പോലും കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അറിവില്ലാത്ത ഞങ്ങൾ എങ്ങനെയാണ് ഭഗവാനെ സ്തുതിച്ച് സന്തോഷിപ്പിക്കുക? മഹേശ്വര, ഒന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ, അങ്ങ് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ ഇപ്പോൾ ഈ വിഷപാനത്തെ ചെയ്ത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ രക്ഷിക്കണം. ഞങ്ങളെ മാത്രം പോരാ, വേറെ ആരും സഹായിക്കാനില്ല. ഈ ശിവസ്വരൂപം ലോകമംഗളത്തിനുള്ളതാണ്. ഈ വിഷത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. അപ്പോൾ മഹാദേവൻ നേരെ പാർവതി എന്ന് നോക്കി, ഇതാ ദേവന്മാരിങ്ങനെ സ്തുതിച്ചിട്ടുണ്ട്, ഞാൻ ഈ വിഷം കുടിച്ചുകൂടെ? വിഷ്ണുവിന് പ്രീതി ഉണ്ടാവും,
പാർവതിക്ക് സമ്മതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ദുഃഖിതരെ രക്ഷിക്കുക എന്ന എൻ്റെ കടമ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ലോകം നശിക്കും. അത് എല്ലാവർക്കും നമുക്കും അത് ബാധിക്കും. അത് പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇത് സന്തോഷത്തോടുകൂടി ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് കുടിക്കാൻ ആഗ്രഹിക്കുന്നു. പാർവതി സമ്മതിക്കണം എന്ന് പറഞ്ഞു. പാർവതി സമ്മതിച്ചു. ഭഗവാൻ ആ വിഷം പാനം ചെയ്തു. ഭഗവാന്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അനവധി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അത് നശിക്കണ്ടെന്ന് വിചാരിച്ച് പാർവതി കഴുത്തിൽ കയറി പിടിച്ചു. പുറമേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ബ്രഹ്മാണ്ടം നശിക്കും. അതുകൊണ്ട് വിഷ്ണു മുഖവും ആ വായ അടച്ചു പിടിച്ചു. അപ്പോൾ കണ്ടത്തിൽ ഈ വിഷം ഭഗവാൻ മറ്റേ വെളുത്ത നിറാണെന്ന് പറഞ്ഞല്ലോ, ശുഭ്രം ആണ്, സീത്രൂ ഐസ് പോലെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ വിഷത്തിൻ്റെ നീല നിറമാണ്. അത് ഈ പാർവതി ഞെക്കിയാണ്ട് പിടിച്ചപ്പോൾ ആ നീല നിറം ഈ വിരൽ വെച്ച ഭാഗത്ത് വ്യക്തമായിട്ടാണ്ട് കണ്ടു. അത് അവിടെ അങ്ങോട്ട് കൂടി, പിന്നെ വേറെ എവിടേക്കും പുറത്തേക്ക് പോവാത്ത രീതിയിൽ കട്ടിയായി തീർന്നു. ഭഗവാൻ ഒരു അടയാളമായിട്ട് പുറമെ അതിനാണ് കാണിച്ചു. 3 വരയായിട്ടാണ് ആ വിഷം, അല്ലാണ്ട് ഒരു പൊട്ട് പോലെയല്ല. അവിടെ അങ്ങനെയല്ല, ശരിക്കും 3 വരയായിട്ടാണ്. കഴുത്തിൽ ഭസ്മം കുരിയിടണമെന്ന് പറയും. അതിൻ്റെ കാരണം ഇതാണ്. അത് ഹോമഭസ്മം വേണമെന്നാണ് പറയുക. ഭസ്മം ഉണ്ടാക്കുന്നതിൻ്റെ വിധിയും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. എന്തായാലും നീലകണ്ഠനായിട്ട് ഭഗവാൻ മാറി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭഗവാനെ വളരെയധികം ശ്ലാഘിച്ചു, സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ നേരെ ക്ഷീണം എന്നുള്ള നിലയ്ക്ക് ഉറങ്ങാൻ പോയി. പാർവതി അന്ന് ഉറക്കൊഴിച്ചായിരുന്നു. അതുകൊണ്ട് അന്ന് ശിവരാത്രിയാണ്. അപ്പോൾ ഇത് കണ്ടിട്ടുള്ള മറ്റേ ലക്ഷ്മി, വിഷ്ണു, മറ്റേ ബ്രഹ്മാവ്, ഇന്ദ്രൻ, പ്രജാപതിമാർ, ദേവകൾ എല്ലാവരും ശിവനെ നന്നായിട്ട് സ്തുതിച്ചു. അതേപോലെ താഴെ കുറച്ചിങ്ങനെ ഓരോ തുള്ളി വീഴ, രപ്സം വീഴ എന്നൊക്കെ പറയും, സ്പ്രേ പോലെ, അങ്ങനെയുള്ളതൊക്കെ പാമ്പ്, തേള്, ചില വിഷച്ചെടികൾ ഇതൊക്കെ എടുത്തു എന്നാണ്. ഇങ്ങനെ ആ ദിവസത്തെ ഇങ്ങനെ പ്രത്യേകമായിട്ട് പറഞ്ഞുകൊണ്ട് ആ അധ്യായത്തെ അവിടെ വായിച്ചു. ഇനി 8ാമത്തെ അധ്യായം ഓരോന്നായിട്ട് പൊന്തി വരല. കാമധേനു തൊട്ടുള്ള ഓരോന്നും പൊന്തി വരലാണ്. അത് നമുക്ക് അടുത്തതിൽ പറയാം. ഇത് വലിയൊരു അധ്യായമാണ്, വലിയൊരു രീതിയിലാണ് പറഞ്ഞത്. എല്ലാവർക്കും ഷെയർ ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുന്നു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, നാരായണ 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 നാരായണ. ഇത് കേൾക്കുമ്പോൾ ക്ഷമയില്ലാതെ കൊണ്ടാണ് കിളക്കുക. അപ്പോൾ ക്ഷമയോട് കൂടിയിട്ട് കിളക്കുക. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ കിട്ടും, അഡീഷണലായിട്ട് ചിലത് കിട്ടും. ശ്രീ ഗുരുവായൂരപ്പ അതെല്ലാവർക്കും പ്രയോജനം ഉണ്ടാകുമാറാകട്ടെ. ഭഗവാന്റെ അനുഗ്രഹവും കിട്ടട്ടെ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, നാരായണ നാരായണ നാരായണ.